ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കിടിലൻ പായസത്തിൻ്റെ റെസിപ്പിയാണ്. കുറഞ്ഞ ചിലവിൽ വളരെ എളുപ്പത്തിൽ പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സൂപ്പർ പായസം എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. സേഗോണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വലിയ ബോൾസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇനി ചെറുതാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. അത് മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് നല്ല തിളച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തിളച്ചിട്ടുള്ള വെള്ളം ചേർക്കുമ്പോൾ പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തിളച്ചിട്ടുള്ള വെള്ളം എടുത്തിട്ടുള്ളത്. ഇതവിടെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലത്തെ വലിയ 3 ക്യാരറ്റാണ് ആവശ്യമായിട്ടുള്ളത്. വലിയ ക്യാരറ്റ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇത് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന വരെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ തന്നെ വേവിച്ചെടുക്കണം. ഇനി ഇത് മിക്സിന് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മിക്സിന് ജാർ എടുക്കാം. ഇതിലേക്ക് ഈ ഒരു ക്യാരറ്റ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 200 ഗ്രാമിൻ്റെ ഈ ഒരു ചെറിയ കണ്ടൻസ് മിൽക്കിൻ്റെ ടിന്ന് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പാലിൻ്റെ അളവിലേക്ക് ഈ ഒരു കണ്ടൻസ് മിൽക്ക് കറക്റ്റായിട്ടുള്ള ഒരളവാണ് ഉള്ളത്. ഇതിവിടെ മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് വേണം ഇത് നല്ല പോലെ അരച്ചെടുക്കാനായിട്ട്. ഇത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. ഇതിവിടെ നല്ല പേസ്റ്റ് പോലെ ഒട്ടും കട്ടയൊന്നുമില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം കിട്ടാനായിട്ട്. ഒത്തിരി ലൂസായിട്ട് പോകണ്ട. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ ചവ്വരി നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചവ്വരി നല്ല പോലെ വെന്തിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കുതിർത്തിയെടുത്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇത് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് നിറച്ചിട്ട് തന്നെ നൈസായിട്ടുള്ള സേമിയയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയ ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാം. നല്ല ടേസ്റ്റാണ് പായസത്തിലേക്കൊക്കെ ഈ ഒരു സേമിയ വെച്ചിട്ട് ചെയ്യുമ്പോൾ. ഇനി ഈ സേമിയ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഇവിടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം സമയത്തിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മതിയാകും. ഈ ഒരു കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കുക. നിങ്ങളിനി റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ ആവണ വരെ ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. അഥവാ 500 ml 2 പാക്കറ്റ് പാൽ ഇവിടെ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് എടുത്തുള്ളത്. നിങ്ങൾക്ക് ഇനി വെള്ളം ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ പകരം പാലും എടുത്താൽ മതിയാകും. വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഈ ഒരു സേമിയ നല്ല പോലെ ഒന്ന് വെന്തിട്ട് വരട്ടെ. ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു അര കപ്പ് നിറച്ചിട്ട് തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാകുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി മധുരം വേണമെന്നുള്ളവർക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടുതലായിട്ട് ചേർത്താൽ മതിയാകും. നൈസായിട്ടുള്ള സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതിവിടെ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്തുള്ള ആ ഒരു ചവ്വരിയും കൂടെ മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ടൊന്നും ചേർക്കണ്ട. ആ ഒരു വേവിച്ചിട്ടുള്ള വെള്ളത്തോട് കൂടിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഈ രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് തിളച്ചിട്ട് വരട്ടെ. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് മിക്സ് ആയിട്ട് വന്നാൽ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റിന് മിക്സ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഈ ഒരു പായസത്തിൻ്റെ കളർ നിങ്ങൾ എടുക്കുന്ന ക്യാരറ്റിൻ്റെ കളറിനനുസരിച്ചാവട്ടോ ഉണ്ടാകുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് ഒരിക്കലും ക്യാരറ്റിൻ്റെ ടേസ്റ്റ് കിട്ടുകയില്ല. അത്രയും ടേസ്റ്റാണ്. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും കൂടെ തന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3-4 ഏലക്കൊന്ന് ചതച്ചിട്ട് ഇട്ടുകൊടുത്താലും മതിയാകും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് അധികം അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ കളർ മാറിയിട്ട് വന്നാൽ കുറച്ച് അധികം മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നല്ല പോലെ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കളർ നല്ല പോലെ ചേഞ്ച് ആയിട്ട് വന്നാൽ
നേരത്തെ റെഡിയാക്കിക്കൊണ്ടിരിക്കണം ആ ഒരു പായസത്തിലേക്ക് ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. അത് നെയ്യോട് കൂടിയിട്ട് വേണം ഇത് ചേർക്കാനായിട്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇത് വേണ്ടത്. ഒത്തിരി കട്ടിയാക്കിയിട്ട് എടുക്കണ്ട, കാരണം തണുത്ത് കഴിഞ്ഞാൽ കുടിക്കണ ആ ഒരു കറക്റ്റായിട്ടുള്ള പാകത്തിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു കിടിലൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി നോക്കണമെന്നോ അല്ലെങ്കിൽ വെറൈറ്റി ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു കിടിലൻ പായസം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്